ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു ഫിഷ് റെസിപ്പിയുമായിട്ടാണ്. ഇന്നുണ്ടാക്കുന്നത് ഫിഷ് കട്ട്ലറ്റാണ്. ഇത് വളരെ ടേസ്റ്റിയായ കട്ട്ലറ്റാണ്. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. റെസിപ്പി ഇഷ്ടമായാൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒന്ന് ഷെയർ ചെയ്യുക. ഫിഷ് കട്ട്ലറ്റ് ഉണ്ടാക്കാൻ വേണ്ടി ഞാനിവിടെ ഏകദേശം 500 ഗ്രാം നെയ്മീൻ അഥവാ അയക്കൂറയാണ് എടുത്തിട്ടുള്ളത്. അധികം മുള്ളില്ലാത്ത ഏതു മത്സ്യം വേണമെങ്കിലും നമുക്ക് ഫിഷ് കട്ട്ലറ്റ് ഉണ്ടാക്കാൻ വേണ്ടി എടുക്കാം. അതോടൊപ്പം തന്നെ 3 ചെറിയ ഉരുളക്കിഴങ്ങും എടുത്തിട്ടുണ്ട്. ഇത് രണ്ടും നമുക്ക് ആദ്യം ഒന്ന് വേവിച്ചെടുക്കണം. നെയ്മീനിലേക്ക് 1 ടേബിൾ സ്പൂൺ കുരുമുളകും ആവശ്യത്തിന് ഉപ്പും ചേർത്ത് 1/4 കപ്പ് വെള്ളവും ഒഴിച്ച് അടച്ചു വെച്ച് നമുക്കിത് വേവിച്ചെടുക്കാം. ഉരുളക്കിഴങ്ങ് വേവിക്കാൻ വേണ്ടി കുക്കറിലേക്ക് മാറ്റിയിട്ടുണ്ട്. അതിലേക്ക് ആവശ്യത്തിന് വെള്ളവും ഒഴിച്ച് 4 വിസിൽ വരുന്നത് വരെ ഉരുളക്കിഴങ്ങ് വേവിക്കുക. ഉരുളക്കിഴങ്ങിൻ്റെ അളവ് ഫിഷിൻ്റെ അളവിനേക്കാൾ കൂടാതിരിക്കാൻ ശ്രദ്ധിക്കുക. വേവിച്ച ഉരുളക്കിഴങ്ങ് തൊലി കളഞ്ഞ് ഒരു ഫോർക്ക് കൊണ്ടോ കൈ കൊണ്ടോ നന്നായി ഉടച്ച് മാറ്റി വെക്കുക. മത്സ്യം ഇവിടെ വെള്ളമൊക്കെ വറ്റി നന്നായി വെന്തിട്ടുണ്ട്. അല്പം പോലും വെള്ളമില്ലാതെ വറ്റിച്ചെടുക്കുക. അതിനുശേഷം മുള്ളൊക്കെ മാറ്റി ഉടച്ചെടുക്കുക. ഫിഷ് കട്ട്ലറ്റിൽ ചേർക്കാൻ വേണ്ടി 1 സവാള, 5 ചുള വെളുത്തുള്ളി, ചെറിയ കഷ്ണം ഇഞ്ചി, 3 പച്ചമുളക്, മല്ലിയില, കറിവേപ്പില എന്നിവ വളരെ ചെറിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇവയെല്ലാം ഇനി വെളിച്ചെണ്ണയിൽ ഒന്ന് വഴറ്റിയെടുക്കണം. ആദ്യം തന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും വഴറ്റിയെടുക്കുക. ഇതിലേക്ക് ചെറുതായി മുറിച്ച് വെച്ച സവാള ചേർക്കുക. ഇതിലേക്ക് പച്ചമുളക് ചേർക്കുക. ഇനി ഇതിലേക്ക് മല്ലിയിലയും കറിവേപ്പിലയും ചേർക്കുക. ആവശ്യത്തിന് ഉപ്പ് ചേർക്കുക. സവാളയുടെ കളർ ചേഞ്ച് ആകുമ്പോൾ ഇതിലേക്ക് 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/4 ടീസ്പൂൺ ഗരം മസാല, അല്പം മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ മുളക് പൊടി എന്നിവ ചേർക്കുക. ഇനി ഇതിലേക്ക് വേവിച്ച് ഉടച്ചു വെച്ച നെയ്മീൻ ചേർക്കുക. ഇതിലേക്ക് ഉടച്ചു വെച്ച ഉരുളക്കിഴങ്ങ് കൂടെ ചേർത്ത് നന്നായി മിക്സ് ചെയ്യുക. ഇത് റെഡി ആയിട്ടുണ്ട്. ഇതിനി നമുക്ക് തണുക്കാൻ വേണ്ടി മാറ്റി വെക്കാം. 2 മുട്ട പൊട്ടിച്ച് ബീറ്റ് ചെയ്തെടുക്കുക. ഒരു പാത്രത്തിൽ ബ്രെഡ് ക്രംസ് എടുക്കുക. ബ്രെഡ് ഒന്ന് ചൂടാക്കി മിക്സിയുടെ ജാറിലിട്ട് പൊടിച്ചെടുത്താൽ മതി. അല്ലെങ്കിൽ റസ്കും പൊടിച്ചെടുക്കാം. ഫിഷ് മസാല ഇവിടെ നന്നായി തണുത്തിട്ടുണ്ട്. അതിൽ നിന്നും ഒരു ബോളാക്കി എടുത്തതിന് ശേഷം കയ്യിൽ വെച്ച് ചെറുതായി ഒന്ന് പരത്തിയെടുക്കുക. കട്ട്ലറ്റ് മുട്ടയിൽ മുക്കിയെടുക്കുക. ഒരു ഫോർക്കോ സ്പൂണോ ഉപയോഗിച്ച് ചെയ്താൽ എളുപ്പമായിരിക്കും. ഇനി അത് ബ്രെഡ് ക്രംസിലേക്കിട്ട് പുരട്ടിയെടുക്കുക. ഇതുപോലെ എല്ലാ കട്ട്ലറ്റും റെഡിയാക്കി വെക്കുക. ചൂടായ വെളിച്ചെണ്ണയിലേക്ക് കട്ട്ലറ്റ് ഇട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഞാൻ ഷാലോ ഫ്രൈ ആണ് ചെയ്യുന്നത്. ഡീപ്പ് ഫ്രൈ വേണമെങ്കിലും ചെയ്യാം. കട്ട്ലറ്റിൻ്റെ ഒരു വശം വെന്തിട്ടുണ്ട്. മറുവശവും വേവിച്ചെടുക്കാം. തീ മീഡിയം ഫ്ലെയിമിലിട്ട് വേവിച്ചെടുക്കുക. അധികം കരിഞ്ഞു പോകാതെ ശ്രദ്ധിക്കുക. ഫിഷ് കട്ട്ലറ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. വെളിച്ചെണ്ണയിൽ നിന്നും കോരി മാറ്റി വെക്കാം. നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടമായാൽ പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. നിങ്ങളുടെ കമൻറ്റ്സ് കൂടെ ഒന്ന് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. താങ്ക് യു ഫോർ വാച്ചിങ്.